നിന്റെ ശത്രുവായിട്ടുള്ള ആ സാഹിത്യം ഉണ്ടല്ലോ, അവൾ ഓഫീസിൽ വരാതിരുന്നാ മാത്രമേ നമ്മൾ വിചാരിച്ച കാര്യം നടക്കൂ. രാവിലെ മുത്തശ്ശി ഫോൺ ചെയ്തതിന് ശേഷം അത് തന്നെ ചെയ്തേ. ആണോ? വിചാരിച്ച പോലെ തന്നെ നടന്നോ? സത്യമായിട്ട് നടന്നു മുത്തശ്ശി, സക്സസ് ആവുകയും ചെയ്തു. ഇതാണ് എന്റെ സ്മാർട്ട് മരുമകള്. ബേഷ്, അടിപൊളി. പക്ഷേ പിന്നെന്താ പക്ഷെ ഞാൻ വേറൊരു കാര്യത്തിൽ പെട്ടിരിക്കുക മുത്തശ്ശി. എന്താടി പുതിയ പ്രശ്നം? അതെങ്ങനെയാ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല. ആ സാഹിത്യ ഓഫീസ് കഴിയുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. നമ്മുടെ ബോസ് ആണെങ്കിൽ അവളെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് പോയിട്ടുമുണ്ട്. ശരി, എന്നിട്ട് എന്താ മുത്തശ്ശി ചോദിക്കുന്നേ? അതൊക്കെ എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുന്നു മുത്തശ്ശി ഒന്ന് പറ. ഇത്രയും നാളും എന്നെ അല്ലാതെ വേറെ ആരെയും ഡ്രോപ്പ് ചെയ്തിട്ടില്ല, അറിയാവോ? അതല്ലേ ഞാൻ അന്നേ പറയുന്നത്. ആ സാഹിത്യേനെ നിന്റെ വേദാന്തിന്റെ അടുത്തുനിന്ന് ദൂരെ മാറ്റിയില്ലെങ്കില് രണ്ടുപേരുടെയും പ്രശ്നം ഒരിക്കലും മാറില്ല. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശി. അതെന്റെ ബോസിന് മനസ്സിലായിട്ട് വേണ്ടേ മുത്തശ്ശി? അയ്യോ, നീ എന്താ ഇത്ര പൊട്ടത്തിയാണോ? ഇഷ്ടമുള്ള പയ്യനെ ആരെങ്കിലും ബോസ് എന്ന് വിളിക്കോ? എന്ത് വേണമെങ്കിലും വിളിക്കാം മുത്തശ്ശി. ഒരു സിനിമയില്. അയ്യോ, നല്ല കഥയാ നിന്റെ കാര്യം. നോക്ക്, നിന്റെ ചെക്കനെ സ്നേഹത്തോടെ വിളിക്കാൻ നല്ലൊരു പേര് കണ്ടുപിടിക്കും. നല്ല രസമുണ്ടായിരിക്കും. ഞാൻ നേരത്തെയൊക്കെ നല്ലൊരു പേരാ വിളിച്ചോണ്ടിരുന്നത്. വിളിക്കാനായിട്ട് നല്ല രസായിരുന്നു അത്. സ്നേഹത്തോടെ ഞാൻ അഹങ്കാരീന്നാ വിളിച്ചോണ്ടിരുന്നെ. പക്ഷേ ആ പേര് കേൾക്കുമ്പോ തന്നെ വേദാന്തിന് ദേഷ്യം വരും. നീ ചില സമയത്തൊക്കെ വെറും പൊട്ടിയെ പോലെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ വിളിച്ച വിഷമല്ലാതെ വേറെ എന്താവാനാ? അതെല്ലാം വിട്ടിട്ട് സ്നേഹത്തോടെ വിളിക്കാൻ ഒരു പേര് റെഡിയാക്കി എടുക്ക്. അവനെ അങ്ങനെ നേരിട്ട് വിളിക്കാൻ നിനക്ക് നാണമാണെങ്കില് നമ്മുടെ അടുത്തെങ്കിലും ആ പേര് പറയാമല്ലോ. സൂപ്പറാ മുത്തശ്ശി നിങ്ങള്. ഞാൻ ഇടയ്ക്കൊക്കെ പൊട്ടിപ്പോയ ബലൂണായിട്ടിരുന്നാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെവി ബ്രില്യന്റോ ആവാറുണ്ട്. സ്നേഹത്തോടെ വിളിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പേര് കിട്ടിയിട്ടുണ്ട്. എന്ത്? കള്ളച്ചെക്കൻ. എന്താ അത്? കള്ളച്ചെക്കനോ? അയ്യോ, അതെന്തൊരു പേരാ മോളെ. അതെങ്ങനെയാ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല. അത് വിട്. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യണം അത് പറ. നിന്റെ കള്ളച്ചെക്കൻ ആ സാഹിത്യം ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ പോയിരിക്കുന്നത്? അതെ. ഞാനൊരു പ്ലാൻ പറഞ്ഞു തരാം. ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. എടോ സുമേഷേ, ബോസ് പറഞ്ഞ ജോലിയൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ. ഞാൻ സാഹിത്യം ഡ്രോപ്പ് ചെയ്ത് വീട്ടിലേക്ക് പോകും. എന്താ വേദാന്ത്, ഇന്ന് നിങ്ങൾ കാറ് കൊണ്ടുവന്നില്ലേ? ആക്ച്വലി അമ്മയ്ക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. അമ്മ സാധാരണ കാർ പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്റെ ലക്ഷറി വെഹിക്കിൾ വിട്ടുകൊടുത്തു. നിങ്ങളെ പറ്റി ചില ആൾക്കാർ ഓഫീസിൽ ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് ഇക്കാര്യം പറയാന്ന് വെച്ചു. യുവർ എ ജെന്റിൽമാൻ വേദാന്ത്. ബോസ് ജെന്റിൽമാൻ ആണെന്നോ? എല്ലാ പെൺകുട്ടികൾക്കും ബോസ് തന്നെ വേണമെങ്കിൽ ഞങ്ങളൊക്കെ എന്ത് ചെയ്യാനാ ദൈവമേ. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ക്യാച്ച് പിടിക്കാന്ന് വിചാരിച്ചതാ. ബോസ് അതും നശിപ്പിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും? പ്രശംസ എനിക്ക് ഇഷ്ടമല്ല. ഐ ആം ജസ്റ്റ് എ കോമൺ മാൻ. എന്റെ പെരുമാറ്റം നല്ലതാണെങ്കിൽ നീ നന്നായോണ്ടാ. നീ അത്രയ്ക്ക് സ്വീറ്റ് അല്ലേ? ഓ, അതിനു മുൻപ് തന്നെ തുടങ്ങാൻ പോകുവാണോ? അമൂല്യ മേഡം എങ്ങാനും ഇത് അറിഞ്ഞാ നിങ്ങളെ അച്ചാറിന് നുറുക്കുന്നത് പോലെ പീസ് പീസാക്കി അച്ചാറുണ്ടാക്കും. എടോ സുമേഷേ, മനസ്സിൽ എന്നെ തെറി വിളിക്കുകയാണോ? കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. രണ്ട് വഞ്ചിയിൽ കാല് വെക്കുന്നത് അല്ലെങ്കിലും വഞ്ചിക്ക് നല്ലതല്ല, കാലിന് നല്ലതല്ലെന്ന് തോന്നുന്നു ബോസ്. എടോ സുമേഷേ, ബോസ് വാടോ. എന്താണോ പറ്റിയേ? ഇത് പഞ്ചറാ. വാട്ട്? രാവിലെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ.
ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റിയേ? എന്താ ബോസ് നിങ്ങൾ ഇങ്ങനെ പഞ്ചർ സഡൻ ആയിട്ടല്ലേ ഉണ്ടാവുന്നേ? Will you just shut up? ഓരോ പണിഞ്ഞതാന്നാ എനിക്ക് തോന്നുന്നേ. എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. പാവം സാഹിത്യയുടെ കാര്യമാണ് കഷ്ടം. വേദാന്ത് ബോസ്, സാഹിത്യ മേഡത്തിന് ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ? തന്റെ വണ്ടി എവിടെയുള്ളേ? ബൈക്ക് കേടല്ലേ? ഞാൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഞാനും പോകട്ടെ എന്നാ ബോസ്. എന്ന് വെച്ചാ ഞാനും മേഡത്തിന്റെ കൂടെ ബൈ വാക്ക് പോകട്ടെ എന്ന്. അതിന്റെ ആവശ്യമില്ല. സാഹിത്യ, നിനക്കൊരു ക്യാബ് ബുക്ക് ചെയ്താ പോരെ? ഐ വിൽ വെയിറ്റ്. എന്നോട് കളിക്കാൻ നിന്നാ ഇനി നീ അനുഭവിക്കേണ്ടി വരും. നിന്റെ കള്ളച്ചക്കൻ ആ സാഹിത്യം ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ പോയിരിക്കുന്നത്. ഞാനൊരു പ്ലാൻ പറഞ്ഞു തരാം, ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. ഇത് പെട്ടെന്ന് ശരിയാക്കാൻ പറ. ശരി ബോസ്. വേദാന്ത്, ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ അടുത്താ കാണിക്കുന്നേ. എന്നാ ഞാൻ പോയിക്കോട്ടെ? ഞാൻ കൂടെ വരണ്ടേ? സാരമില്ല വേദാന്ത്, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ബോസ്, അപ്പൊ അടുത്തത് എന്താ അടുത്ത്? അത് പിന്നെ ഞാൻ പാവപ്പെട്ടവരുടെ വണ്ടിയായ ബസ്സിൽ കയറി പോയിക്കോളാം. പക്ഷെ ബോസ് എങ്ങനെ പോകുമെന്നാ ചോദിച്ചേ. ഞാനും ക്യാബ് ബുക്ക് ചെയ്യും. Damn it. ഫോൺ സ്വിച്ച് ഓഫ് ആയല്ലോ. ബോസ്, എന്നാലും ബോസ് ഇങ്ങനെ നടുറോഡിലായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. വാട്ട്? അത് പിന്നെ ബോസ് ഇങ്ങനെ റോഡിൽ വണ്ടി നോക്കി നിക്കട്ടെ വന്നല്ലോ എന്ന് പറഞ്ഞതാ. എനിക്ക് സ്വൈരം തരാതെ ഇങ്ങനെ നിന്ന് ചളി പറയണമെന്നില്ല. താൻ വേഗം പൊക്കോ. നിങ്ങൾ വീട്ടിലോട്ട് പോകുന്നത് വരെ ഞാൻ ഇവിടെ കൂടെ തന്നെ നിന്നോളാം ബോസ്. ഞാൻ കൊച്ചുകുട്ടി വല്ലതും ആണോ കൂടെ നിൽക്കാൻ? പിന്നെ സാഹിത്യോട് ചോദിക്കുന്നത് കേട്ടല്ലോ, കുറച്ചു ദൂരം ഞാനും കൂടെ വരണോ എന്ന്. അവളെന്താ കൊച്ചുകുട്ടിയാണോ? അപ്പൊ താനെന്താ പറഞ്ഞേ? ഹാപ്പി ജേർണി എന്ന് പറഞ്ഞതാ ബോസ്. പെട്ടെന്ന് പോ. നിങ്ങൾ റോഡിൽ കൂടെ നടന്നു പോകുന്നത് നമ്മുടെ റാണിക്ക് ഇഷ്ടമല്ലെന്ന്. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ക്യാബ് വിളിക്കാൻ നിന്നതാ, പക്ഷെ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. അതുകൊണ്ട് എനിക്ക് ഗതികേട്. റീസൺ എന്താണെങ്കിലും എന്താ ബോസേ, യാത്രയല്ലേ പ്രധാനം. നിങ്ങൾ സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കേണ്ട ചുമതല എന്റെയാ. ഈ ആക്രി വണ്ടിയിൽ പോയാൽ വീട്ടിൽ സേഫ് ആയിട്ട് എത്തുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പൊന്നുമില്ല. ആദ്യത്തെ പ്രാവശ്യം തന്നെ സ്റ്റാർട്ടായല്ലോ, അത് തന്നെ വലിയ കാര്യം.
ദൈവമേ, നമ്മൾ വേറെ ആർക്കെങ്കിലും തിന്മ വരണമെന്ന് ആഗ്രഹിച്ചാ തിരിഞ്ഞത് നമുക്ക് തന്നെ കിട്ടും. ആ കാര്യം ഇപ്പൊ എനിക്ക് ശരിക്കും ഉറപ്പായി. ഹലോ, ഞാൻ പറഞ്ഞ ആ കാര്യം ഇപ്പൊ സത്യമായിട്ട് തന്നെ വന്നില്ലേ? ഇപ്പൊ എത്തിയില്ലേ? നമ്മള് സേഫ് ആയിട്ട് വീട്ടില്. നിങ്ങൾ എന്തിനാ എന്റെ വണ്ടിയെ പറ്റി ആവശ്യമില്ലാത്ത പറഞ്ഞേ? ഇപ്പൊ എന്റെ വണ്ടി നിന്നു പോയത് കണ്ടില്ലേ? ശേ, ഇങ്ങോട്ട് ഇറങ്ങ്. എന്തിന്? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, ഇറങ്ങ്. വായടക്കേ. ഇതിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. നിന്റെ റാണി എന്റെ ഫാനാ. അപ്പൊ പിന്നെ ഞാനോ? വാട്ട്? എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ബോസ്. നിങ്ങളുടെ ചെവിക്ക് എന്താ പറ്റിയേ? നിങ്ങൾ വേഗം താഴേക്ക് ഇറങ്ങാൻ നോക്ക്. എന്തിന്? ഞാൻ ഓടിച്ചാൽ ശരിയാവില്ലേ? ഒരു ചാൻസും ഇല്ല. നമ്മുടെ വണ്ടി നമ്മൾ തന്നെ ഓടിക്കണം. എനിക്കങ്ങനെ പുറകിലിരിക്കാൻ ഒരു പ്രാക്ടീസും ഇല്ല. എനിക്ക് പേടിയാ. അതുകൊണ്ട് നിങ്ങൾ പുറകിലിരുന്നോ. സേഫ് ആയിട്ട് ഞാൻ കൊണ്ടുവിടാം. നീ നാളെ തന്നെ ഒരു ഡ്രാമ സ്കൂൾ തുടങ്ങിക്കോ. ബ്ലഡി നോൺസെൻസ്. കുഴപ്പമില്ല. നിങ്ങൾ തന്നെ ഓടിച്ചോ. ഈ വണ്ടി ഓടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് നിങ്ങളെ ഞാൻ ഈ വണ്ടി ഇറക്കി വിടുന്നത് ശരിയല്ല. വാട്ട്? ഈ ജന്മത്തില് നമ്മൾ ആഗ്രഹിച്ച എന്തെങ്കിലും നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനിയും ഒരു ജന്മം എടുക്കേണ്ടി വരുമെന്ന്. നിങ്ങൾ എന്റെ റാണിക്ക് വേണ്ടി ഇനി അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ ഓടിച്ചോ. നീയും നിന്റെ ഒരു ഫിലോസഫിയും. ഞാനും എന്റെ വേദാന്തം. നീ എന്താ പെറുപിറുക്കുന്നേ? ഒന്നും പറഞ്ഞല്ലോ ബോസ്. ഞാൻ പുറകിലിരുന്നോളാം. എന്നെ സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാന്ന് പറഞ്ഞതാ. എന്തു പറ്റിയേ? അഞ്ജു, ഇങ്ങോട്ട് വാ. എന്താ? അതെന്തോ ഉണ്ടല്ലോ. അതേതാ? ആ ലാബറട്ടറി അതെന്താന്ന് പറ. അത് ലാബറട്ടറി അല്ലമ്മ, എനിക്കുണ്ടായത് പ്രിപ്പറേറ്ററി. അതെന്തോ ഒരു ട്രീ. നിനക്ക് ഇഷ്ടമാണെന്ന് കണ്ടോണ്ട് ഞാനൊരു ബോണ്ട ഉണ്ടാക്കാം. വേണേ വന്ന് കഴിക്കും. എനിക്ക് വടയും വേണ്ട ബോണ്ടയും വേണ്ട. ഏയ്, എന്തിനാ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? കാര്യം പറ. പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഞാൻ എന്ത് ചോദിച്ചാലും വാങ്ങിത്തരില്ല. ഏ, നീ എന്നോട് ദേഷ്യപ്പെടുന്നോ? ഞാൻ നിന്റെ അമ്മയാ. അല്ല, ഞാൻ നിനക്ക് എന്ത് വാങ്ങിച്ചു തന്നില്ലെന്ന് നീ എന്നോട് പറയുന്നേ? നീ എന്നോട് സമാധാനമായിട്ട് കാര്യം പറ. എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിത്തരാം. ചുമ്മാ ഇരിക്കമ്മ. ഞാൻ എന്ത് ചോദിച്ചാലും അമ്മ വാങ്ങിത്തരില്ല. നിനക്ക് ഞാൻ തരുവേ, നോക്കിക്കോ. ഞാൻ സമാധാനത്തോടുകൂടിയല്ലേ നിന്നോട് ചോദിക്കുന്നേ എന്താ വേണ്ടതെന്ന്. എന്താ നിനക്ക് പറഞ്ഞാല്? എന്ത് പറഞ്ഞാലും അമ്മ ഇങ്ങനെയൊക്കെ തന്നെയാ. മാർക്ക് കുറഞ്ഞു വന്നാലും ചീത്ത. പക്ഷേ എന്തുകൊണ്ടാ മാർക്ക് കുറഞ്ഞെന്ന് പോലും അമ്മ ചോദിക്കില്ല. അമ്മയ്ക്കറിയോ, സോഷ്യൽ എക്സാമിന് 3 മാർക്ക് എന്റെ കുറച്ചു. കാര്യം എന്താണെന്നറിയോ? എന്റെ അടുത്ത് ലാപ്ടോപ്പ് ഇല്ലാത്തത് കൊണ്ട്. അയ്യോ എന്റെ ദൈവമേ, ഇതെന്തൊരു കാലം ഇത്. വേണ്ടാത്ത ലാപ്ടോപ്പും നിന്റെ മാർക്കും തമ്മിൽ എന്താ ബന്ധം? ഞാൻ പറയുന്നത് വേണ്ടാത്ത ലാപ്ടോപ്പിനെ പറ്റി അല്ല, എനിക്ക് വേണ്ടുന്നതിനെ പറ്റിയാ. വേണ്ടാത്ത പറയല്ലേ. ലാപ്ടോപ്പും മാർക്കും തമ്മിൽ എന്താ ബന്ധമെന്ന് നിന്നോട് ചോദിച്ചേ. അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവില്ലമ്മ. എനിക്ക് പഠിക്കേണ്ടതൊക്കെ ഇപ്പൊ പെൻഡ്രൈവിലാമ്മ തരുന്നത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ഇട്ട് പഠിക്കും. ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? ഇടയ്ക്കിടയ്ക്ക് അമ്മു ചേച്ചി ഓഫീസിൽ നിന്ന് ലാപ്ടോപ്പ് കൊണ്ടുവരും. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ? അയ്യോ, ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒന്നു തന്നെയല്ലേ? സമാധാനായി, അതെങ്കിലും മനസ്സിലായല്ലോ. അതിനുവേണ്ടി എന്തിനാ മോളെ നീ ഇങ്ങനെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ? ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. എത്ര രൂപയാന്ന് നീ പറ. നല്ലതാണെങ്കിൽ ഏറ്റവും കുറഞ്ഞതൊരു 30,000 രൂപയെങ്കിലും വേണം. എന്ത്? 30,000 രൂപയോ? അയ്യോ, ആ കാശുണ്ടെങ്കിൽ 6 മാസത്തേക്ക് വീട്ടിലെ സാധനങ്ങളെല്ലാം എനിക്ക് വാങ്ങിക്കാം. 6 മാസം കഴിയുമ്പോ 10ാം ക്ലാസ്സിലെ നിന്റെ പഠിത്തവും തീരും. അതൊന്നും വേണ്ട മോളെ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അമ്മ ഇതൊക്കെ തന്നെ പറയുന്നു. എനിക്ക് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് സ്വപ്നം മാത്രമായിരിക്കും. എല്ലാം എന്റെ വിധിയാ. ഏയ്, ഇവളുടെ വായിന്നൊക്കെ വലിയ വാക്കുകളൊക്കെ ആണല്ലോ വരുന്നത്. അല്ല, ഈ കമ്പ്യൂട്ടറിനൊക്കെ 30,000 രൂപയാണോ ദൈവമേ?
ഇന്ന് ഇവള് നല്ല ഹാപ്പി ആണല്ലോ. ഇന്നലെ മുഴുവൻ മൂഡ് ഓഫ് ആയിരുന്നു. രാത്രി മുഴുവനും കുടിച്ച് ഓരോന്ന് കാണിച്ച് എന്നെ സ്വൈരം കെടുത്തി. ഈ പെണ്ണുങ്ങളുടെ സൈക്കോളജി മനസ്സിലാക്കാൻ വല്ല ബുക്സും ഉണ്ടെങ്കിൽ നന്നായിരുന്നു. എന്നാ പിന്നെ നമുക്കൊരു മുൻകരുതൽ എടുക്കാലോ. ഇനി ഇവളെന്റെ മൈൻഡ് വോയിസ് എങ്ങാനും കേൾക്കുന്നുണ്ടോ? അതെ, നീ എന്തിനാ ഈ പല്ലും കാണിച്ച് ഇളിച്ചോണ്ടിരിക്കുന്നേ? ആരെങ്കിലും ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടോ? കൊണ്ടോന്ന്. ചിരിച്ചാലും കുറ്റം, കരഞ്ഞാലും കുറ്റം, മിണ്ടാതിരുന്നാലും കുറ്റം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ബോസേ. ഷടാപ്പ്. നീ എന്ത് വേണേലും കാണിച്ചോ. നീ ഇങ്ങനെ ഇളിച്ചോണ്ടിരുന്നാ നിനക്ക് വേറെ വല്ല പ്രശ്നമുണ്ടെന്ന് വിചാരിക്കും ആൾക്കാര്. മൊത്തത്തില് എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം സത്യമായില്ലേ? എന്നാലും രഞ്ജിത്ത് ജഗദീഷ് അണ്ണനെ ഒന്ന് കാണാൻ പറ്റുമോ? സുമേഷ് ഏട്ടാ, ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് അർജന്റായിട്ട് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ്, അതുകൊണ്ടാ കിട്ടാത്തത്. അയാളിത് എത്ര കാലമായിട്ട് നമ്മൾ ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുക. സുമേഷ് ഏട്ടാ ഒന്ന് സമാധാനിക്ക്, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം കാണുന്നു. ഇനി പൊക്കോ. എടി മരക്കഴുതേ, നിന്റെ വണ്ടി പിടിച്ചോ? അയ്യോ ബോസ്, വീട്ടിലെത്തിയോ? ഏതെങ്കിലും ഷോർട്ട് കട്ട് വഴിയാണോ ഇങ്ങോട്ട് വന്നേ? നീ പറഞ്ഞത് ശരിയാ, എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ആ പ്രശ്നം നിന്റെ തലയ്ക്കാ. ഞാൻ സാധാരണ വഴി കൂടെ തന്നെ വന്നത്. നീ അതിന് സ്വപ്നം കണ്ടോണ്ട് ഇളിച്ചോണ്ടിരിക്കുകയായിരുന്നില്ലേ, പിന്നെ എങ്ങനെ കാണാനാ? സാറിയില്ലേ, വീട് ഞാൻ അറിഞ്ഞില്ല. ശരി ശരി, വാ, വല്ലതും കഴിച്ചിട്ട് പോ. ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വാന്ന് പറ, അപ്പൊ ഞാൻ വരാം. അതല്ലാതെ ഹലോ, നിന്റെ പിരി ലൂസായോ? എന്താ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? നിനക്ക് എന്താ പറ്റിയേ? എന്തിനാ അങ്ങനെ ചോദിക്കുന്നേ? സഹവാസ ദോഷം. ഇത്രയും നേരം നിങ്ങളുടെ കൂടെയല്ലായിരുന്നോ, അതുകൊണ്ടാ ഇങ്ങനെയായേ. ഒരല്പം താമസിച്ചതിന് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാനെന്തിന് കാശ് കൊണ്ട് വീട്ടിലേക്ക് പോകണം? അല്ല, കാശ് സേഫായി ഓഫീസിൽ വെക്കുന്നതാണോ നല്ലത്, അതോ ഞാൻ ഈ കാശ് കൊണ്ട് വീട്ടിലേക്ക് പോകുന്നതാണോ നല്ലത്? ഓഫീസ് ടൈമിംഗ് കഴിഞ്ഞു അത്രേ. അങ്ങനെ ഉറപ്പിച്ച് പറയാ. മറ്റുള്ളവരെ പറ്റി ഒരു ചിന്തയും ഇല്ല ഇവർക്ക്. സ്വന്തം കാര്യം നടക്കണം. എന്ത് ചെയ്യാനാ, എല്ലായിടത്തും ഇതുപോലത്തെ ആളുകളുണ്ടാവും. മിണ്ടാതിരുന്നാ മതി. കള്ളൻ കള്ളൻ കള്ളൻ, എന്റെ ബാഗ് കൊണ്ട് പോകുന്നു. ആരെങ്കിലും പിടിക്കേ, കള്ളൻ. ജീവിക്കാൻ 100 വഴികളുണ്ടടാ. കണ്ടവരുടെ കാശിൽ ജീവിക്കാൻ നോക്കാതെ. ഇനി മേലെ എന്റെ കൺമുൻപിൽ കണ്ടുപോകരുത് നിന്നെ. മോനെ, നീയാ? ആ അങ്കിൾ, ഇതാ. ഒരുപാട് നന്ദി മോനെ. നീ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടത്തിലായെന്നെ. അങ്കിളെ, മുതിർന്നവര് കുട്ടികളെ തൊഴാൻ പാടില്ല. അതൊരിക്കലും ഒരു ധർമ്മമല്ല, കുട്ടികളുടെ പരാജയമാണ്. നീ നേരത്തെ പോയതല്ലേ, ഇപ്പൊ ഇവിടെ എങ്ങനെ വന്നേ? ഞാൻ എപ്പ പോയാലെന്താ, ഇപ്പൊ ഇവിടെ വന്നില്ലേ? സത്യം പറയുവാണെങ്കിൽ
നീ എന്നെ എപ്പോ ഓർത്താലും എനിക്ക് നിന്റെ അടുത്ത് വരാൻ പറ്റും. എന്തു പറ്റി നിനക്ക് ആദ്യമായിട്ട് കാണുന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ നിങ്ങൾക്ക് പുതിയ ആളൊന്നും അല്ലല്ലോ. നോ നീ വല്ലാതെ മാറിയിട്ടുണ്ട്. കാരണം അറിയില്ല.